ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത്തപ്പഴവും റവയും കുറച്ച് തേങ്ങയും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നെടുകെ കീറി ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. പഴം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴത്തിന് അത്യാവശ്യം മധുരം ഉള്ളതാണ്, അതുകൊണ്ട് ഇത് തന്നെ മതിയാകും. അതിനുശേഷം ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകി ഇതും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തേങ്ങയുടെ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല, ഏത് റവ വേണമെങ്കിലും നമുക്കിതിന് ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പഴം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം, അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു സ്പൂണോ ഒരു തവിയോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഒന്ന് പഴം ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ റവയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരല്പം ബാക്കി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പഴമായതുകൊണ്ടാണ് ഇത്രയും റവ വേണ്ടി വന്നത്. ചെറിയ പഴമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് റവ മതിയാവും. ഇതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് റവയും തേങ്ങ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതുപോലെ ആവശ്യത്തിന് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷമാണ് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റേണ്ടത്. ഇനി നമുക്ക് ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ എല്ലാം ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നമുക്കിനി അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഈ ഓരോ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. എനിക്കതുപോലെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വളരെ പെട്ടെന്നാവും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നല്ല രുചികരമായ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഏത്തപ്പഴവും റവയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്